ഇന്ന് നമ്മൾ മൂന്നാളും കൂടെ പുറത്തോട്ട് പോവുകയാണേ. ഇന്നൊരു കുഞ്ഞൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയും ലൂസ് ഉണ്ട് ഈ ഡ്രസ്സിനെന്ന് മനസ്സിലായത് തന്നെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മേടിച്ച സമയത്ത് നല്ല ടൈറ്റായിരുന്നു, നല്ല വെച്ചാൽ ഫിറ്റായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ ഷേപ്പ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ഫിറ്റായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കിത് ഭയങ്കര ലൂസാണ്. ഇത് ഷേപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഒരു ലോഹ മാതിരി. എന്തായാലും ഇനി ഇട്ടുപോയി. ഞാനൊരു വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് തന്നെ. അങ്ങനെ എന്താ നമ്മൾ നേരെ ഇതാ കടയിലോട്ട് വന്നു. നമുക്ക് ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ മേടിക്കാനുണ്ട്, കുഞ്ഞിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഓൾറെഡി എനിക്ക് കുഞ്ഞൻ ഒരു സാരി ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറിനനുസരിച്ചിട്ടാണ് ഞാൻ ഷർട്ട് എടുക്കാമെന്ന് കരുതിയത്. ഇത് ഞാൻ കുഞ്ഞിന് കൊടുക്കുന്ന ആനിവേഴ്സറി ഗിഫ്റ്റിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ഷർട്ട് വാങ്ങിച്ചെങ്കിലും അത് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി സമയമില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ കാണിച്ച് തന്നെ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഷർട്ട് എന്തായാലും കളറിനനുസരിച്ചിട്ട് തപ്പി കണ്ടുപിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറേ കമ്മലുകളുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയതൊന്ന് അങ്ങോട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് സാരിക്ക് മാച്ചാവുന്ന രീതിയിൽ ഇത്രയും ഹെവി കമ്മലൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഈ 2 കമ്മൽ നോക്കി, അതിൽ ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് അതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കമ്മൽ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെരുപ്പ് മേടിക്കാൻ പോയി. ഇത് ഭയങ്കര ശോകം പിടിച്ചൊരു കാര്യമായിരുന്നു. അതായത് ഞാനൊരു ചെരുപ്പ് മേടിച്ചു, ഓൺലൈൻ മേടിച്ചു. ഞാൻ 2 days ഡെലിവറി വരെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടേണ്ട സമയമായിട്ടും കിട്ടിയില്ല. പിന്നെ കയറി നോക്കിയപ്പോഴാണ് ഷിപ്പ് ചെയ്തിട്ട് പോലും ഇല്ലയെന്ന് മനസ്സിലായത്. പിന്നെയും വീണ്ടും വേറെ ഓർഡർ ചെയ്ത് വരാനൊക്കെ ഒരുപാട് ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് കരുതി കുറേയൊക്കെ നോക്കിയിട്ട് അങ്ങനെ പിന്നെ അവിടുന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ കയറിയതാണ്. ഋതുവാണെങ്കിൽ എന്നെ കൊല്ലുമായിരുന്നു, മുടിയിൽ പിടിച്ച് വലിച്ച് നശിപ്പിക്കുന്നത്. അതും വലിച്ച് മാറ്റിയാലും അവൾ വലിച്ചിട്ടേ ഇരിക്കും. നാട്ടുകാരെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരുവിധം അവൾ അടക്കി ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നാരങ്ങ വെള്ളം കുടിച്ച് നേരെ വീട്ടിലോട്ട് പോയി.